13. ആരൊക്കെയാണ് ആണുങ്ങൾ? നമസ്കാരം മാഡം. പൊസഷൻ സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുത്തിരുന്നു. നല്ലത്. കിട്ടിയില്ല. ഓ, അതുകൊണ്ട് കുറച്ചുനാളായി എന്തോ പ്രശ്നമുണ്ടെന്ന അപ്പുറത്തുള്ളവർ പറഞ്ഞത്. മാഡം വിചാരിച്ചാൽ? ഞാൻ വിചാരിച്ചാൽ പ്രശ്നം തീരില്ലല്ലോ. എന്റെ ഗംഗാധരൻ സാറേ, മുമ്പൊരു ദിവസം ഇവിടെ വന്ന് നിങ്ങൾ എന്നെയും സ്വയം പ്രഭയെ കളിയാക്കിട്ട് പോയതല്ലേ? അന്ന് ഞാൻ തീരുമാനിച്ചതാ നിങ്ങളുടെ കാര്യം ശരിയാക്കി തരണം. ഞാനങ്ങനെ ആരെയും കളിയാക്കിയിട്ടില്ല. ഓ, കൈക്കൂലി തരില്ലെന്ന് പറഞ്ഞു. അതൊരു കളിയാക്കലാണോ? സർക്കാർ ആഫീസിൽ ഒരാവശ്യത്തിന് വന്നിട്ട് കൈക്കൂലി കൊടുക്കില്ല എന്ന് പറഞ്ഞ അത് പിന്നെ കളിയാക്കലല്ലാതെ? അതെ, എനിക്കറിയാം. ഒരു പെണ്ണ് വില്ലേജ് ഓഫീസറായി ഇരിക്കുന്നതിന്റെ അസൂയ നിങ്ങൾക്ക് അല്ലേ? എനിക്കങ്ങനെയൊന്നുമില്ല മാഡം. വില്ലേജ് ഓഫീസർ ആണായാലെന്ത് പെണ്ണായാലെന്ത്. ആ, കണ്ടോ പിന്നെയും കളിയാക്കൽ. സാറേ, സാറിന്റെ സർട്ടിഫിക്കറ്റ് ഞാനായിട്ട് തരില്ല. കടലാസൊക്കെ ശരിയാണെങ്കിൽ സ്വയംപ്രഭ സർട്ടിഫിക്കറ്റ് തരും. ഞാൻ ഒപ്പിടും. അത്ര തന്നെ. ഞാനായിട്ട് കടലാസൊന്നും തെറ്റിച്ചിട്ടില്ല. അപ്പൊ പിന്നെ പോയി കേസ് കൊടുക്ക്. അതാ നല്ലത്. നമസ്കാരം ശിശുപാല സാറേ. എന്റെ പൊന്ന് സാറേ, നിങ്ങൾ ഇവിടെ കയറി ഇറങ്ങി നടന്നിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഈ നൂറ്റാണ്ടിൽ കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ പറയരുത് സാറേ. ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കാൻ. ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം സാറിന് ലോൺ എടുക്കാൻ. നടക്കില്ല സാറേ. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകനാണ് ഞാൻ. ഒരുപാടൊന്നും പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. സാറേ, ഇത്തരം സെന്റിമെന്റ്സ് ഉണ്ടെന്നും കാര്യമില്ല. റവന്യൂ മന്ത്രിയുടെ സ്വന്തം അളിയൻ ഒരു വസ്തു പോക്കുറിയാൻ കൊണ്ടുവന്നിട്ട് 3 മാസം നടത്തിച്ച ആളാകത്തിരിക്കുന്ന ശീലാവതി സാർ. സാറിന് സർട്ടിഫിക്കറ്റ് കിട്ടിയത് തന്നെ. സാർ, എന്നെ ഓർമ്മയുണ്ടോ എന്തോ? ഗംഗാധരൻ നായർ. ഓർമ്മയുണ്ട്. സാറിന്റെ സർട്ടിഫിക്കറ്റ് ഇതുവരെ ശരിയായില്ലേ? ഇല്ല. ഇതിപ്പോ 2ാം മാസമാ ഞാനിവിടെ കയറി ഇറങ്ങുന്നത്. ഓഫീസറോട് ചോദിക്കുമ്പോ ഇവിടെ പറയാൻ പറയും. ഇവിടെ സ്വയംപ്രഭ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇന്ന് അവരെയും കാണുന്നില്ല. തുറന്ന് ചോദിച്ചോട്ടെ സാറേ, ഇത് നടക്കുവോ? അല്ല സാർ, എന്തോ ഒരു ചെറിയ കുഴപ്പം. അത് തിരുത്താതെ പൊസഷൻ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുന്ന പറയുന്നത്. നിങ്ങൾ വിചാരിച്ചാൽ മാറാത്ത എന്ത് കുഴപ്പമുള്ളത്? നിങ്ങൾ വിചാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് കൈക്കൂലി വേണം. അത് ഞാൻ തരില്ല. എല്ലാരും അങ്ങനെ കൈക്കൂലിക്കാരാണെന്ന് കരുതരുത്. ഞാൻ ഇതുവരെ 10 പൈസ കൈക്കൂലി വാങ്ങിയിട്ടില്ല. അതുകൊണ്ടെന്താ കാര്യം? ഇവിടെ വരുന്നവരുടെ കാര്യം നടക്കുന്നില്ലല്ലോ. ഏതായാലും ഞാൻ ഇനി ഇവിടെ വരുന്ന പ്രശ്നമില്ല. ഇവിടെ നിയമവും ന്യായവും ഒക്കെ നോക്കാൻ വേറെ ഏർപ്പാടുണ്ടോന്ന് അറിയണമല്ലോ. പറഞ്ഞു വരുമ്പോ നിങ്ങൾ പറഞ്ഞതിനകത്തൊരു കേസുണ്ട്. നിങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ അർഹതയുണ്ടെന്നിരിക്കെ നിഷേധിക്കുന്നത് കുറ്റകരമാണ്. വില്ലേജ് ഓഫീസിലെ സകല അണ്ണന്മാരെയും പണി നമുക്ക് കളയാം. എനിക്കാരുടെയും പണി കളയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ആ പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം. അതിന് ഞാൻ എന്താ വേണ്ടത്? നോക്കൂ മിസ്റ്റർ കലാധരൻ നായർ. ഗംഗാധരൻ നായർ. ഗംഗാധരൻ നായർ, നമുക്കിനി ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കൃത്യവിലോപത്തിനെതിരെ കേസ് കൊടുക്കാന്നുള്ളതാണ്. അങ്ങനെ കേസ് കൊടുത്താൽ ഉദ്യോഗസ്ഥന്മാരെ പണി പോവും. ഈ നിയമം എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അത് നടപടിയാണ്, നടപടി, ഉപദേശമല്ല. എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടണം, അത്രേ ഉള്ളൂ. അതെനിക്ക് മനസ്സിലായി മിസ്റ്റർ മുരളീധരൻ നായർ. അല്ല, ഗംഗാധരൻ നായർ. ശരി, ഗംഗാധരൻ നായർ. ഇതുപോലുള്ള കേസ് സർവ്വസാധാരണമല്ല. സാധാരണ വക്കീലന്മാരാണെങ്കിൽ ഇതുപോലുള്ള കേസ് എടുക്കേയില്ല. പക്ഷെ ഞാൻ, ഈ അഡ്വക്കേറ്റ് ഹരിചന്ദ്രൻ, ഈ കേസ് എടുക്കും. ഇതിനേക്കാൾ കുഴപ്പം പിടിച്ച കേസാണെങ്കിൽ അഡ്വക്കേറ്റ് ഹരിചന്ദ്രൻ എടുത്തിരിക്കും. അത് മതി സാർ. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അതിപ്പം
നാളെ രാവിലെ വരണം. ബന്ധപ്പെട്ട കടലാസുകളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കാം. വക്കാലത്ത് ഒപ്പിടണം, എന്റെ ഫീസ് തരണം, പ്രശ്നം തീർക്കണം, പോണം. അത്രേ ഉള്ളൂ. ശരി സാർ. അങ്ങനെ ശരി സാറെന്ന് മാത്രം പറഞ്ഞാൽ മതിയാ? എന്റെ ഫീസ് എത്രയാണെന്ന് ഇതുവരെ മിസ്റ്റർ ശശിധരൻ നായർ ചോദിച്ചില്ലല്ലേ? ഗംഗാധരൻ നായർ. പേരെന്തിനായാലും കാശ് തരേണ്ടത് നിങ്ങളല്ലേ സാർ? ഈ കേസില് എനിക്ക് കുറഞ്ഞത് ഒരു 20,000 രൂപയെങ്കിലും കിട്ടണം. 20,000 രൂപ? ഞാൻ പറഞ്ഞില്ലേ, ഇത് വല്ലാത്ത കുഴപ്പം പിടിച്ചൊരു കേസാണ്. ഇത് വാദിക്കണമെങ്കിൽ കാശ് ഒരുപാട് കൂടുതലാവും. എന്നാലെന്നൊരു വാക്കില്ല മിസ്റ്റർ ലംബോദരൻ. അല്ല, ഗംഗാധരൻ നായർ. അതാണ് അവിടുത്തെ പ്രശ്നം. കാശുണ്ടെങ്കിൽ 20,000 രൂപയും കൊണ്ട് വരിക, ഇല്ലെങ്കിൽ പിന്നെ അത്രേ ഉള്ളൂ. എന്തെങ്കിലും കുറച്ചുകൂടെ? ഇത് മീൻ കച്ചവടമൊന്നുമല്ല. എങ്കിലും ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ വയസ്സായ ഒരു മനുഷ്യനായതുകൊണ്ട്, പഴയ ഒരു സ്കൂൾ മാഷ് ആയതുകൊണ്ട് ഒരു 10,000 രൂപയ്ക്ക് ഒതുക്കാം. ഇതിലും കുറയ്ക്കാൻ പറയരുത്. ഞാൻ ഈ കറുത്ത കോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന വെറുതെ ഒന്നുമല്ല കേട്ടാ. ഈ കാശ് തന്നെ വേണം. നായരെ ഇത്തിരി തിരക്കുണ്ടേ. സാറേ, ഒരു നിസാര പൊസഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി 10,000 രൂപയൊക്കെ കൊടുക്കാന്ന് വെച്ചാ കൂടുതലല്ലേ? കൂടുതലാണെന്ന് എനിക്കറിയാം. 500 രൂപ വില്ലേജ് ഓഫീസിൽ കൈക്കൂലി കൊടുത്താൽ കാര്യം നടക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനത് കൊടുക്കില്ല. ജീവിതത്തിൽ കൈക്കൂലി കൊടുക്കില്ല എന്നുള്ളത് എന്റെ ഒരു ജീവിതദാർഢ്യമാണ്. എന്നാലും ഈ കോടതിയും കേസ് വെക്കാൻ അടുത്ത കാലത്തൊന്നും സാറിന് കാര്യം നടക്കില്ല. ഈശ്വര അനുഗ്രഹം കൊണ്ട് എനിക്കങ്ങനെ അത്യാവശ്യമില്ല. ഒരു ലോൺ എടുത്ത് വീടിന്റെ ഒരു ഭാഗം പുതുക്കിപ്പണിയണമെന്നൊരു മോഹം തോന്നി. നടക്കില്ലെങ്കിൽ വേണ്ട, എന്നാലും കൈക്കൂലി ഞാൻ കൊടുക്കില്ല. അതിപ്പോ പറഞ്ഞു വരുമ്പോ ആ വില്ലേജ് ഓഫീസിലാണ് എന്റെ ഭർത്താവ് ജോലി ചെയ്യുന്നത്. ആര്? മോഹനകൃഷ്ണൻ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ. ഓ, അത് ശരി. ഉള്ളത് പറയാലോ മോളെ, അയാളൊരു മര്യാദക്കാരനാ. ഒരു അഴിമതി ഇല്ലാത്ത ആളാ. പക്ഷേ അതുപോലല്ലോ, നമ്മൾ സ്വയം അഴിമതി കാണിക്കാതിരുന്നാൽ പോരാ, മറ്റുള്ളവർ കാണിക്കുമ്പോ അത് തടയുകയും വിളിച്ചു പറയുകയും ചെയ്യണം. അതിനയാളെ കൊള്ളില്ല. ഞാൻ വരട്ടെ. നാളെ 10,000 രൂപയായിട്ട് ഞാൻ വരാം.